ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാണ്. മിസ്റ്റർ എ ഗീവ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ആണ്. അതായത് എ എന്ന് പറഞ്ഞ ഒരാളുടെ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഡീറ്റെയിൽസ് നോക്ക്. നെറ്റ് സാലറി അയാളുടെ ആഫ്റ്റർ ടാക്സ് അറ്റ് സോഴ്സ് റുപ്പീസ് 50,000. TDS പിടിച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് 6,10,000. ദാറ്റ് മീൻസ് 6,10,000 ആണ് ഇയാളുടെ നെറ്റ് സാലറി. നെറ്റ് സാലറി മീൻസ് TDS പിടിച്ചത് ടാക്സ് ഉണ്ടോ, TDS അതായത് ടാക്സ് ഡിഡക്റ്റഡ് ആയിട്ട് സോഴ്സ് പിടിച്ചതിന് ശേഷമുള്ള ടാക്സ് ആണ് എമൗണ്ട്. ഓക്കെ, രണ്ടാമത് റെന്റ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ കേസ് നോട്ട് ചെയ്ത് വെച്ചോ. നെറ്റ് സാലറി തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഗ്രോസ് സാലറി ആക്കി മാറ്റണം. ഗ്രോസ് സാലറി ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ TDS പിടിച്ചത് തിരിച്ച് അതിലോട്ട് തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റെന്റ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ്. ഇത് റെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് അവിടെ അത് അതിൻ്റെ യഥാർത്ഥ ഹൗസ് പ്രോപ്പർട്ടി ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അറിയാലോ ചെയ്യുക. TDS നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡേഷനൊക്കെ കുറക്കാനൊക്കെ ഉണ്ട്. ആ കേസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 60,000 ആണ്. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 90,000. അതുപോലെ ഇയാൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട് 2 lakh rupees ആണ്. 2 ലക്ഷം രൂപയുടെ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് SBIയിലേക്ക് ഒരു FD ഉണ്ട്. FDന്ന് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് 10,000 rupees ആണ്. അത് റിസോഴ്സിലെ ഇൻകം ആണ്. അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കേസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പ്രൊവിഷന് ഇറ്റ്സ് എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഇൻകം ഫ്രം നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ഇന്ത്യ എന്താണ് എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമുക്ക് ഇൻട്രസ്റ്റ് FD എന്നാണെങ്കിലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും രണ്ടും അത് റിസോഴ്സിലെ പ്രധാനപ്പെട്ട ഇൻകംസ് ആണ്. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ SB അക്കൗണ്ട് 12,000. ഓക്കെ, ഇതിൽ ഏതാണ് നമുക്ക് TTA പ്രകാരം ഡിഡക്ഷൻസ് കിട്ടുക എന്ന് പറഞ്ഞ്? 6 ആണോ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണോ, അതോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണോ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുക? TTA എനിബഡി ഓർമ്മ ഉണ്ടോ? ഹലോ, സേവിങ്സ് അല്ലേ? സേവിങ്സ് അക്കൗണ്ട് ആണ് അല്ലേ? സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനാണ്. അത് സീനിയർ സിറ്റിസൺ ആയിരുന്നെങ്കിൽ അയാൾക്ക് FDക്കും അയാൾക്കും എന്ത് കിട്ടും? ഈ പറയുന്ന TTA അല്ല അയാൾക്ക് കിട്ടുക, TTB ആണ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് 15,000. ഇയാൾ ടാക്സ് അടച്ചിട്ടുണ്ട് 15,000 രൂപ. ദെൻ അതുപോലെ വിന്നിങ് ഫ്രം ലോട്ടറി ഉണ്ട് 1 lakh rupees ആണ്. ഓക്കെ, 1 lakh rupees അയാൾക്ക് ലോട്ടറി എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇയാൾ ഡൊണേഷൻ ഒരു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു 50,000 rupees ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. G ആണ്, ഡിഡക്ഷൻസിനുള്ള പ്രൊവിഷനാണ് ഡൊണേഷൻ എന്ന് പറഞ്ഞത്. ദെൻ അതുപോലെ ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട് 3 lakh rupees. ഇനിയൊരു ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി. ഇവിടെ ടോട്ടൽ ഇൻകം അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25 ആണ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യാന്നുള്ളത് ആസ് യൂഷ്വൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതേ പോലെ തന്നെയാണ്. അതേപോലെ ഇൻകം ഫ്രം കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹെഡിങ് കൊടുക്കുക കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25 എന്ന് പറഞ്ഞിട്ട് അതിലാദ്യം നമുക്ക് ഇൻകം ഫ്രം സാലറി ആണ് കാണേണ്ടത്. ഇയാളുടെ സാലറി എന്ന് പറഞ്ഞാൽ 6,10,000 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നെറ്റ് വാല്യൂ ആണ്. നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ TDS പിടിച്ച എമൗണ്ട് ആണ്. അപ്പോൾ ആ TDS പിടിച്ച എമൗണ്ട് തിരിച്ചതിലോട്ട് തന്നെ ആഡ് ചെയ്യുക. ദെൻ ഈ TDS പിടിക്കുക. എംപ്ലോയർ ഇയാൾക്ക് ഈ പറയുന്ന ടാക്സ് ഈ സാലറി കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? എംപ്ലോയർ ഇയാളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത എമൗണ്ട് ആണ് 50,000. ഓക്കെ, അപ്പോൾ യഥാർത്ഥ സാലറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ പറയുന്ന 50,000 കൂടി ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ 6,10,000 പ്ലസ് 50,000 രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,60,000 ആണ് ഇയാളുടെ യഥാർത്ഥ സാലറി. ഓക്കെ, പിന്നെ നമുക്കറിയാം വേറെ സാലറിയിൽ വേറെ ഹെഡുകളൊന്നും ഇല്ല. ദാറ്റ് മീൻസ് സാലറിയിലെ ഐറ്റംസ് ആയിട്ടുള്ള അലവൻസുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്മീഷൻ DA TA പോലുള്ള അലവൻസുകളോ അതുപോലെ നമുക്ക് പെർമിറ്റുകളൊന്നും ഈ ഒരു ക്വസ്റ്റ്യനിലില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോസ് സാലറി ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഗ്രോസ് സാലറി നമുക്ക് സാലറി ആക്കി മാറ്റാൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് കുറക്കാൻ പറ്റുന്ന ഡിഡക്ഷനാണ് 50,000 നമുക്ക് കുറക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ 6,10,000 ആണ് ഇയാൾക്ക് കൂടെ കിട്ടുന്ന ഇൻകം ഫ്രം സാലറി. ഓക്കെ, ഇൻകം ഫ്രം സാലറിയിൽ നമുക്ക് പിന്നെ ഒരു ഡിഡക്ഷൻ കൂടി ഉണ്ട്, അറിയുന്നുണ്ടാവും. എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ എക്സെപ്റ്റഡ് ആണ്. ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യണം? ഇയാളുടെ സാലറി ഇൻകത്തിനോട് കൂടി ആദ്യം ആഡ് ചെയ്യണം. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ഒരു ഹെഡ് ഓഫ് ഇൻകംസ് ഇൻകം ഫ്രം HP ആണ്. ഇവിടെ നമുക്ക് ഇൻകം ഫ്രം HP നമുക്ക് ഇവിടെ തന്നത് ഇതാണ്, റെന്റ് ആണ്. റെന്റ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അതൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് അയാൾ വാടക കൊടുത്തിട്ടുണ്ട്. അതിന്റെ മന്ത്ലി റെന്റ് ആണ് ഇവിടെ തന്നത് 20,000 പെർ മന്ത് ആണ്. ഓക്കെ, അപ്പോൾ 20,000 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യഥാർത്ഥ എമൗണ്ട് കിട്ടും. ഓക്കെ, 2,40,000 ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. 2,40,000 ആയിരിക്കും അയാൾക്ക് അവിടെ കിട്ടുന്ന എമൗണ്ട് കേട്ടോ. ഓക്കെ, അത് ആനുവൽ വാല്യൂ ആണ്. ഇൻകം ഫ്രം HP ആനുവൽ വാല്യൂ ആണ് കിട്ടുക. ആനുവൽ വാല്യൂ നമുക്കറിയാം, അതിന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇല്ലെങ്കിലും നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, 30%. ആനുവൽ വാല്യൂവിന്റെ 30% എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ഓർക്കാൻ പറ്റും. ഓക്കെ, അതാണ് 72,000 കിട്ടുക. ഇവിടെ നോക്കുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2,40,000 ഇൻറ്റു 30/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുക 72,000 ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. ഓക്കെ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1,68,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അത് ഔട്ടർ കോളത്തിലോട്ട് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് നമുക്ക് നേരിട്ട് എഴുതാം, കാരണം ക്വസ്റ്റിൽ വേറെ ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ലാസ്റ്റ് ഐറ്റം ഇൻകം ഫ്രം ബിസിനസ് 3 lakh rupees ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡിസോർഡർ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഓർഡർ തന്നെ ചെയ്യുക. ഇൻകം ഫ്രം സാലറി, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, ആ ഒരു ഓർഡർ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ്സിൽ വേറെ അഡ്ജസ്റ്റ്മെന്റോ കാൽക്കുലേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് ഔട്ടർ കോളത്തിലോട്ട് എഴുതാം. ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഈ ക്വസ്റ്റിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, അവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 60,000 ആണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 90,000 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,50,000 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടും ഔട്ടർ കോളത്തിലൂടെ എഴുതി. ഇനി നമുക്കിവിടെ ഇതിലുള്ള ഐറ്റംസ് ഇൻട്രസ്റ്റ്, അതുപോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റിലുണ്ട്, അതുപോലെ ലോട്ടറി ഉണ്ട്. സോ ഇത് നമുക്ക് അതർ സോഴ്സിലെ പ്രധാനപ്പെട്ട ഇൻകം ആണ്. നോക്കാം, നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് അതിലൊന്ന് ഇൻട്രസ്റ്റ് ഓൺ FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടിയ 10,000 ഉണ്ട്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ 12,000 ഉണ്ട്. രണ്ടും ആഡ് ചെയ്തു. പിന്നെ അയാൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, 1 lakh rupees ആണ്. ദെൻ ഈ പറഞ്ഞ 3 എമൗണ്ടും പാടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 1,22,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് ഔട്ടർ കോളത്തിലൂടെ അതർ സോഴ്സ് എന്നുള്ള ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, ഔട്ടർ കോളത്തിലോട്ട് നമ്മൾ എടുത്ത് എഴുതി. ഇനി ഈ ഔട്ടർ കോളത്തിലുള്ള എമൗണ്ടുകൾ, ഇൻകം ഫ്രം സാലറി 6,10,000, അതുപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ 1,68,000, ദെൻ അതുപോലെ ഇൻകം ഫ്രം ബിസിനസ്സിലെ 3 lakh, ക്യാപിറ്റൽ ഗെയിനിലെ 1,50,000, ഇത്തരം എമൗണ്ടുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ അതർ സോഴ്സിലെ 1,22,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 13,50,000, 13,50,000 ആണ് ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കുക. ഓക്കെ, ദെൻ പിന്നീട് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഇൻകം ആക്കി മാറ്റണം അല്ലേ, കാരണം നമുക്ക് ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ്, ടോട്ടൽ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞു. ദെൻ അതിനെ നമുക്ക് ടോട്ടൽ ഇൻകം ആക്കി മാറ്റാൻ പിന്നെ ATC മുതൽ ATU വരെയുള്ള ഡിഡക്ഷൻസ് ക്വസ്റ്റിൽ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, അവിടെ ഒന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിൽ ഡൊണേഷൻ ടു ആൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് 50,000 അല്ലേ. ദെൻ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ATGയിൽ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. വിത്ത് ലിമിറ്റ് ഡൊണേഷൻ്റെ 50% ആണ്. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഒരു ഡൊണേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡിഡക്ഷൻ കേട്ടോ. ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ട് നമ്മൾ ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതുപോലെ നമുക്ക് മൈനസ് ചെയ്യാനേ പറ്റും. ഓക്കെ, സെക്കൻഡ്. 25,000 ആണ് നമുക്ക് കിട്ടുക. ഇനി അതുപോലെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഡൊണേഷൻ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 10,000 വരെ, 12,000 ആണ് കിട്ടിയ ഇൻട്രസ്റ്റ്, പക്ഷേ 10,000 വരെ നമുക്ക് ATTA പ്രകാരം നമുക്ക് ഡിഡക്ഷൻസിന് എലിജിബിലിറ്റി ഉണ്ട്. ആ ഒരു ഡിഡക്ഷനാണ് ഇതൊക്കെ. നമ്മൾ ഈ ഒരു പ്രൊവിഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ
പലതവണ റിപ്പീറ്റ് ചെയ്ത പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലോട്ടൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണും കേട്ടോ. AT-TTA പ്രകാരം നമുക്കറിയാം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, നമ്മളുടെ ബാങ്കിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞ എന്തെങ്കിലും ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ 10,000 വരെ എന്ത് കിട്ടും, നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും. ഇവിടെ 12,000 ആണ്, പക്ഷേ 10,000 മാത്രമേ ഡിഡക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ AT-Gയും AT-TTA പ്രകാരം 2 ഡിഡക്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്കിവിടെ ഡിഡക്ഷൻസ് ആയിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ 13,50,000 35,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുക നമുക്കിവിടെ 13,15,000 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടി 13,15,000. ഇനി ഇത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ക്വസ്റ്റിലാണ് കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ആണ്. മിസ്റ്റർ എയുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25. ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ഇൻകം എഴുതണം അല്ലേ. ടോട്ടൽ ഇൻകം എഴുതിയിട്ട് ഇവിടെ ഈ ഒരു ക്വസ്റ്റിൽ പ്രത്യേകം നോക്കാം. അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഇൻകം എക്സെപ്റ്റഡ് ഇൻകം ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു പ്രൊവിഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ആഡ് ചെയ്യാനുള്ള കാരണം ഈ അഗ്രികൾച്ചറൽ ഇൻകം വന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്, അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കാണേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ടോട്ടൽ ഇൻകം എഴുതാം. ഓക്കെ, ടോട്ടൽ ഇൻകം നമുക്കിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 13,15,000 അല്ലേ. അത് ടോട്ടൽ ഇൻകം കാണണമെങ്കിൽ ആദ്യം നമ്മൾ 5 ഹെഡ്സ് എഴുതണം, എന്നിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണം. പിന്നീട് ക്വസ്റ്റിൽ ഏതെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുക. ഓക്കെ, അങ്ങനെ 13,15,000 കിട്ടി. അതാണ് ടോട്ടൽ ഇൻകം ഇവിടെ 13,15,000 കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അതിനോട് കൂടി നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് എക്സെപ്റ്റഡ് ഇൻകം ആണെങ്കിലും ആ അഗ്രികൾച്ചറൽ ഇൻകം എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന ടോട്ടൽ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യുക. 2 lakh rupees ആണ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ 13,15,000 കൂടി 2 ലക്ഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വേറൊരു ഇൻകം കിട്ടും. അതിനെ പറയുന്ന പേരാണ് അഗ്രിഗേറ്റഡ് ഇൻകം എന്ന് പറയും. അഗ്രിഗേറ്റഡ് ഇൻകം. ഓക്കെ, അഗ്രിഗേറ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തോ, എന്താണ്, ടോട്ടൽ ഇൻകത്തിനോട് കൂടി അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകത്തിനെ പറയുന്ന പേരാണ് അഗ്രിഗേറ്റഡ് ഇൻകം എന്ന് പറയും. ഓക്കെ, അഗ്രിഗേറ്റഡ് ഇൻകം 15,15,000 നമുക്ക് ലഭിക്കാം. ഇനി എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ടാക്സ് കാണാം. നോട്ട് ചെയ്തോ, ഇനിയാണ് നമ്മൾ ടാക്സ് കാണാൻ പോകുന്നത്. ടാക്സ് ഓൺ സ്പെഷ്യൽ റേറ്റ് നമുക്കറിയാം. ടാക്സ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ സെപ്പറേറ്റ് ടാക്സ് ആണ് കാണാം. അതുപോലെ ലോട്ടറിക്ക് നമ്മൾ സെപ്പറേറ്റ് ടാക്സ് ആണ് കാണാം. ഓക്കെ, അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് റേറ്റ് നമ്മൾ അറിയുന്നതാണ് 20% ആണ്. നമുക്കിവിടെ ക്വസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 90,000 ആണ്. ആ 90,000 നമ്മളിവിടെ സെപ്പറേറ്റ് ടാക്സ് കണ്ടു 20%. അതാണ് 18,000. ഓക്കെ, നമ്മൾ 18,000 പറഞ്ഞ എമൗണ്ടാണ്. ദാറ്റ് മീൻസ് 90,000 ഇൻറ്റു 20/100 ചെയ്താൽ 18,000 ആണ് നമുക്കിവിടെ കിട്ടുന്ന ടാക്സ് എമൗണ്ട് ആയിട്ട് കിട്ടുക. അതുപോലെ ലോട്ടറി എമൗണ്ട് 1 lakh rupees ആണ്. 1 lakhന്റെ 30% അല്ലേ. 1 lakh rupees ആണ് നമുക്കിവിടെ വിന്നിങ് ഫ്രം ലോട്ടറി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ 30% ടാക്സ് റേറ്റ് വരിക. ദെൻ അതാണ് 30,000 നമുക്ക് കിട്ടിയത്. 1 lakh ഇൻറ്റു 30/100 ചെയ്താൽ നമുക്കിവിടെ 30,000 എമൗണ്ടാണ് ടാക്സ് എമൗണ്ട് വരിക. ഇനി ബാലൻസ് എമൗണ്ട് നമ്മൾ സ്ലാബ് റേറ്റ് വെച്ചിട്ട് കാണാം. ദാറ്റ് മീൻസ് 15,15,000 നമ്മളുടെ ഈ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 90,000 മൈനസ് ചെയ്യാം. അതുപോലെ ലോട്ടറി ഇൻകത്തിൻ്റെ 1 lakh rupees മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 13,25,000 എന്ന് പറയുന്ന എമൗണ്ടാണ് നമുക്ക് കിട്ടുക. അതിന് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണാം. ഓക്കെ, അതിന് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കണ്ടേ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ചെയ്യണോ? നിങ്ങൾ ചെയ്ത് നോക്ക്. 13,25,000 ടാക്സ് എമൗണ്ട് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് എങ്ങനെ കാണാം. ഫസ്റ്റ് 2,50,000 നില്ല് അല്ലേ. ഫസ്റ്റ് 2,50,000 നില്ല്. പിന്നെ അടുത്ത 2,50,000ക്ക് 5%. എത്ര വരിക? അടുത്ത 2,50,000ക്ക് 5% പറയുമ്പോൾ 12,500.
500 വരും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് കാണാപാഠം പഠിച്ചു വെച്ചോ. 500. അത് നിങ്ങൾ ഇനിയിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മാറില്ല. 10 ലക്ഷത്തിന് മുകളിലൊക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലുണ്ടായാൽ മതി. 12,500 ആണ്. അപ്പോൾ ആദ്യത്തെ 5 ലക്ഷം കഴിഞ്ഞു. ഇനി അവിടെ നമുക്കുള്ളത് അടുത്ത 5 ലക്ഷത്തിന് 20% ആണ് അല്ലേ. അപ്പോൾ അടുത്ത 5 ലക്ഷത്തിൻ്റെ 20% പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് വരിക. അതും നോട്ട് ചെയ്ത് വെച്ചാൽ അതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 5 ലക്ഷത്തിൻ്റെ 20% പറഞ്ഞാൽ 1 lakh rupees ആണ് വരിക. ഓക്കെ. അപ്പോൾ 13 ലക്ഷത്തിൽ 10 ലക്ഷം കഴിഞ്ഞു. ആദ്യത്തെ 2.5 പോയി, ഇനി ഇല്ലാണ്. പിന്നത്തെ 2.5ക്ക് 5%, പിന്നത്തെ 5ന് 20%. ദെൻ പിന്നെ ഉണ്ടാവുക നമുക്ക് അവിടെ എത്രയാണ്? 3,25,000 ആണ് അല്ലേ. 3,25,000ൻ്റെ 30%. ഇത് കണ്ടു നോക്കൂ. ബാലൻസ് എമൗണ്ട് 3,25,000ൻ്റെ 30% എത്രയായിരുന്നേ? 3,25,000 ഇൻറ്റു 30/100. 97,500. യെസ്, 97,500 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. ഇത് മൂന്നും പാട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നത്? ഒരു 12,500 പ്ലസ് 1,97,500 പ്ലസ് 2,10,000. യെസ്, ഇവിടെ കണ്ടോ സ്ലാബ് നമുക്ക് ഇവിടെ കിട്ടിയത് ഇതാണ് 2,10,000. അതാണ് ഈ എമൗണ്ട് കേട്ടോ. സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കണ്ടെത്തിയതാണ് 2,10,000. ഓക്കെ. അപ്പോൾ ലോങ് ടേം സ്പെഷ്യൽ റേറ്റിലുള്ള ടാക്സ് നമ്മൾ കണ്ടെത്തി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്, ലോട്ടറിയുടേതും ടാക്സ് ബാലൻസ് എമൗണ്ട് ആയിട്ടുള്ള 13,25,000ൻ്റെ സ്ലാബ് റേറ്റ് വെച്ചിട്ടുള്ള ടാക്സും ഇത് മൂന്നും പാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് അടക്കേണ്ട ടാക്സ് എമൗണ്ട് നമുക്ക് കിട്ടും. 2,58,000 രൂപയാണ് ടോട്ടലായിട്ട് അടക്കേണ്ടി വരുന്ന ടാക്സ് എമൗണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ ഇത് നോക്കാം. ഇപ്പോൾ കണ്ടെത്തി വെച്ച 2,58,000 എന്ന് പറയുന്നത് അഗ്രിഗേറ്റഡ് ടോട്ടൽ ഇൻകത്തിനാണ്. അഗ്രിഗേറ്റഡ് ഇൻകത്തിൻ്റെ ടാക്സ് ആണ്. അഗ്രിഗേറ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്യുക. എക്സംപ്റ്റഡ് ഇൻകം ആണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയും. അതിൻ്റെ ടാക്സും കൂടി നമുക്ക് ഈ പറയുന്ന 2,58,000. ദാറ്റ് മീൻസ് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സും കൂടി 2,58,000 ഇനി അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് ഇതിന് മൈനസ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ലെസ് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. ഇതിന് നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് മൈനസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നോക്കുക, നമുക്കിവിടെ 2,50,000 വരെ നില്ല എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ. 2,50,000 വരെ നമുക്ക് നില്ലാണ്. ആ 2,50,000 കൂടി നമ്മളുടെ അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക. ഓക്കെ. ഇവിടുത്തെ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ്? 2 lakh rupees ആണ്. അതായത് എക്സംഷൻ ലിമിറ്റിനോട് കൂടി അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കിട്ടുക 4,50,000 ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം. ഓക്കെ. ഇനി അതിൻ്റെ ടാക്സ് കാണാം. 4,50,000ൻ്റെ ടാക്സ് കാണാം സ്ലാബ് റേറ്റ് വെച്ചിട്ട്. ഒന്ന് കണ്ടെത്തി നോക്ക്. 4,50,000ൻ്റെ ടാക്സ് ഒന്ന് കണ്ടെത്തിക്കേ സ്ലാബ് റേറ്റ് വെച്ചിട്ട്. ഫസ്റ്റത്തെ 2,50,000 നില്ലേ അല്ലേ. ഫസ്റ്റത്തെ 2,50,000 ഇല്ല അല്ലേ സ്ലാബ് റേറ്റ് വെച്ചിട്ടാണെങ്കിൽ. മനസ്സിലായോ? അതായത് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ മാത്രം ടാക്സ് കാണാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടത് എന്താണ്? ആദ്യം നമ്മളുടെ എക്സംഷൻ ലിമിറ്റ് ആയിട്ടുള്ള സ്ലാബ് റേറ്റ് വെച്ചിട്ട് നമ്മളുടെ എക്സംഷൻ ലിമിറ്റ് ആയിട്ടുള്ള 2,50,000 കൂടി അഗ്രികൾച്ചർ ഇൻകം എത്രയാണോ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അഗ്രികൾച്ചർ ഇൻകം 2 lakh ആണെന്ന് അറിയാം ക്വസ്റ്റിലുള്ളത്. അത് 2,50,000 എക്സംഷൻ ലിമിറ്റിനോട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,50,000 കിട്ടും. ആ 4,50,000ൻ്റെ ടാക്സ് കാണാം. അതിൽ 2,50,000 നില്ലാണ്. ഇനി എത്ര ബാലൻസ് ഉള്ളത്? 2 lakh ഉണ്ടാവും. 2 lakh ഉണ്ടാവും. 2 lakhന് എത്ര പെർസെൻറ്റേജ് ടാക്സ്? 5. യെസ്, 5%. 2 lakhൻ്റെ 5% എത്രയാണ്? 2 lakh into 5/100. 2 lakh into 5/100. എത്രയാണ് വരുന്നത്? ഹലോ, 10,000. ഓക്കെ, 10,000 ആണ് വരിക.
അതാണ് ഈ 10,000 ഇവിടെ കാണിച്ചിട്ടുള്ളത്. 10,000 കേട്ടോ. അപ്പോൾ 10,000 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതാണ് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ മാത്രം ടാക്സ്. നോട്ട് ചോദിച്ചോ, അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ മാത്രം ടാക്സ് ആണ് 10,000. നമ്മളിവിടെ കണ്ടെത്തി വെച്ച ടാക്സ് നമ്മൾ രണ്ടും പാടെ കൂടിയാണ്. ടോട്ടൽ, അതായത് അഗ്രിഗേറ്റ് ടോട്ടൽ ഇൻകത്തിൻ്റെയാണ്. ദാറ്റ് മീൻസ് ടോട്ടൽ ഇൻകവും അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെയും കൂടെ ടാക്സ് ആണ് 2,58,000. ദെൻ നമ്മളിപ്പോൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ മാത്രം ടാക്സ് നമ്മൾ കണ്ടെത്തി വെച്ചു. അത് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 2,58,000 നിന്ന് നമ്മളുടെ ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം 10,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും 2,48,000 എന്ന് പറയുന്ന എമൗണ്ടാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഇതാണ് ടാക്സ് എമൗണ്ട്. ഇനി ഇതിനോട് കൂടി ഇതിൻ്റെ 4% സെസ്സും കൂടി ആഡ് ചെയ്യുക. അതായത് 2,48,000 4% കൂടിയും ആഡ് ചെയ്യുക. അതാണ് 9,920 മീൻസ് 9,920 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അത് 2,48,000 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് അടക്കേണ്ട യഥാർത്ഥ ടാക്സ് എമൗണ്ട് ആയിട്ടുള്ള 2,57,920 എന്ന് പറയുന്ന ഒരു എമൗണ്ടാണ് നമുക്ക്. ഇതാണ് ഗവൺമെൻറ്റിലോട്ട് അടക്കേണ്ട ടാക്സ് എമൗണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നോട്ട് ചെയ്തോ, ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടാക്സ് എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകം കാണാം. ടോട്ടൽ ഇൻകം കണ്ടിട്ട് അതിനോട് കൂടി അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അഗ്രിഗേറ്റഡ് ടോട്ടൽ ഇൻകം കിട്ടും. ദെൻ എന്നിട്ട് നമ്മൾ സ്ലാബ് റേറ്റ് വെച്ചിട്ടും സ്പെഷ്യൽ റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണാം. അപ്പോൾ നമുക്കൊരു ടാക്സ് എമൗണ്ട് കിട്ടും. അത് അഗ്രിഗേറ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് ആയിരിക്കും. പിന്നീട് നമ്മളത് ചെയ്യുക, അതിൽ നിന്നും അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് കാണാൻ എക്സംഷൻ ലിമിറ്റിനോട് കൂടി അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക. എന്നിട്ട് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണാം. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഇൻകത്തിൻ്റെ അഗ്രിഗേറ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് നിന്ന് ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. പിന്നീട് ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ അതിൻ്റെ സെസ് ആഡ് ചെയ്ത് എന്ത് ചെയ്യുക, സർചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യണം. ഈ ക്വസ്റ്റിൽ 50 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഇല്ലാത്തതുകൊണ്ടാണ് സർചാർജ് ആഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് 2024-25 ആണ്. അപ്പോൾ മൊത്തത്തിൽ ഇയാൾ അടക്കേണ്ട ടാക്സ് നമുക്ക് ഇവിടെ കിട്ടി 2,57,920 എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലേ, ഗ്രോസ് ടാക്സ് പേയബിൾ. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഇത് നോക്കുക, ഗ്രോസ് ടാക്സ് പേയബിൾ ആണ്, ഗ്രോസ് എമൗണ്ട് ആണ് ഇയാളുടെ ഇപ്പോൾ കണ്ടെത്തി വെച്ചത് അല്ലേ. ദെൻ ഗ്രോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഓൾറെഡി അടച്ച ടാക്സ് അടക്കമുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അയാൾ ഓൾറെഡി അടച്ച ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇയാളുടെ പറഞ്ഞിട്ടുണ്ട് സാലറിയിൽ ഓൾറെഡി ഇയാളുടെ സാലറിയിൽ എന്ത് പിടിച്ചിട്ടുണ്ട്, TDS പിടിച്ചിട്ടുണ്ട് അല്ലേ, 50,000 ഓൾറെഡി അടച്ചതാണ് എമൗണ്ട്. അതും ഈ പറഞ്ഞ 2,58,000 ഓൾറെഡി ഉണ്ട്. ദാറ്റ് മീൻസ് ഇയാൾക്ക് സാലറിയുടെ ടാക്സ് ഓൾറെഡി TDS പിടിച്ചിട്ടാണ് അയാൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 50,000 ഓൾറെഡി അയാൾ ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യേണ്ട, ആ 50,000 അയാൾ അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്കിവിടെ ഏതൊക്കെയാണ് TDS ആയിട്ട് അവർക്ക് ഇനി കുറക്കാൻ പറ്റുക. നമ്മളിവിടെ സ്ലാബ് റേറ്റും മറ്റുള്ള റേറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ ടാക്സ് കണ്ടെത്തി 2,57,920 എന്ന് പറയുന്ന എമൗണ്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അത് എടുത്ത് എഴുതുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, TDSകൾ ഓൾറെഡി അടച്ചതൊക്കെ മൈനസ് ചെയ്യുക. TDS ഉണ്ട് ഇവിടെ, സാലറിയുടെ TDS ഓൾറെഡി അയാൾ അടച്ചത് 50,000 ആണ്. അതുപോലെ ലോട്ടറി അയാൾക്ക് 1 ലക്ഷം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ലോട്ടറി എന്ന് പറഞ്ഞാൽ എന്തായാലും അയാൾക്ക് 1 ലക്ഷം കയ്യിൽ കിട്ടില്ല, 30% ടാക്സ് പിടിച്ചിട്ടേ കിട്ടുള്ളൂ, TDS പിടിച്ചിട്ടേ എമൗണ്ട് കിട്ടുള്ളൂ. ആ എമൗണ്ടും 2,57,920 ഉണ്ട്. ഇനി വീണ്ടും അയാൾ എന്ത് ചെയ്യേണ്ട, അതിന് ടാക്സ് അടക്കേണ്ട. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അഡ്വാൻസ് ടാക്സ് പെയ്ഡ്, ഇയാൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ടാക്സ് അയാൾ ഒരു 15,000 പേ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം അയാളുടെ ഒരു ഇൻകം കഴിഞ്ഞ വർഷങ്ങളിൽ അയാളുടെ ഇൻകം അതേ ഇൻകം ഈ വർഷം റിപ്പീറ്റ് ചെയ്യുമെന്ന് അയാൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത്തരം ഇൻകം കിട്ടുന്ന ആൾക്കാർ ഇത് ചെയ്യണം, മുൻകൂട്ടി ഗവൺമെന്റിലോട്ട് ടാക്സ് അടക്കണം. അങ്ങനെ അയാൾ ഒരു 15,000 രൂപ ഓൾറെഡി ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതും ഈ ഗ്രോസ് ടാക്സ് പേയബിൾ ഉണ്ട്. അപ്പോൾ ആ അടച്ച എമൗണ്ടുകളൊക്കെ മൈനസ് ചെയ്യും. അതാണ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് 15,000 ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓൾറെഡി അടച്ചു കഴിഞ്ഞ ടാക്സുകൾ അത് ചെയ്യുക,
ഇയാൾ ഈ കണ്ടെത്തി വെച്ച എമൗണ്ടിന് മൈനസ് ചെയ്യുക. ഇതാണ് ടോട്ടൽ അയാൾ അടയ്ക്കേണ്ട ടാക്സ്. പക്ഷെ ഓൾറെഡി ഈ പറയപ്പെടുന്ന എമൗണ്ടുകൾ അയാൾ അടച്ച് കഴിഞ്ഞതാണ്. അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ 95,000 അയാൾ ഓൾറെഡി അടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അയാൾ ടാക്സ് അടക്കാനുള്ളത് 1,62,920 ആണ്. 1,62,920 ആണ് ഇനി അയാൾ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ TDS കേസൊക്കെ വന്നു കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ ഇൻകം ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം അതിൻ്റെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യരുത്, ചെയ്തിട്ട് നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം, TDS പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. അതുപോലെ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ അഗ്രിഗേറ്റ് ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് ആദ്യം കണ്ട് പിന്നീട് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പ്രൊവിഷനൊക്കെ. നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റൻ. ഇതിൻ്റെ വർക്കിംഗ് നോട്ടിലൂടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഡിഡക്ഷൻസ് 80G എന്ന് പറഞ്ഞാൽ 25,000 മൈനസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ്റെ കാറ്റഗറിയിലാണ് വരിക. ആ എമൗണ്ട് എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളതാണ്. 80/80G 50% ഓഫ് ക്വാളിഫൈ എമൗണ്ട് ആണ്. ക്വാളിഫൈ എമൗണ്ടിൻ്റെ 50% 80G പ്രകാരം അയാൾക്ക് ഡൊണേഷൻ മൈനസ് ചെയ്യാൻ പറ്റുക. അവിടെ ക്വാളിഫൈ എമൗണ്ട് എങ്ങനെയാണ് കണ്ടെത്തിയത്? ക്വാളിഫൈ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഡൊണേഷൻ പെയ്ഡ് അല്ലെങ്കിൽ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ച് എവർ ഈസ് ലെസ് ആണ്. അപ്പോൾ നമുക്ക് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മൈനസ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തി വെച്ചപ്പോൾ നമുക്കവിടെ എമൗണ്ട് 50,000 ആണ്. അപ്പോൾ അവിടെ ക്വാളിഫൈ എമൗണ്ട് 50,000. then ആ 50,000ൻ്റെ പകുതി 50% അതാണ് 25,000 നമ്മളിവിടെ മൈനസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 80G 25,000 പറഞ്ഞിട്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് അതാണ്. ഇനി പിന്നെ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കണ്ടതാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ടാക്സ് ഓൺ ബാലൻസ് ഇൻകം 1,32,000 ഫസ്റ്റത്തെ ഇതിന് നീല്. പിന്നെ 2,50,000 5%, 1,25,000. പിന്നെ 20% 10 lakh. ഇത് 12,500 കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 12,500 0 കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 5 lakh 20%. പിന്നെ 3,25,000 30%. അങ്ങനെയാണ് 21,000 അവിടെ ടാക്സ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25 ആഫ്റ്റർ കൺസിഡറിങ് AMT ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആണ്. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് പറയാം. എന്താണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്നുള്ളത് ഒരു പ്രൊവിഷൻ ഉണ്ട്, അത് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം ആദ്യം കേട്ടോ. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സാധാരണ ഈ പറഞ്ഞ സ്ലാബ് റേറ്റൊക്കെ വെച്ചിട്ട് ടാക്സ് അടക്കും. അല്ലാതെ വേറൊരു ഓൾട്ടർനേറ്റീവ് കൂടി ടാക്സ് അടക്കാൻ ഈ പറഞ്ഞ പോലെ കമ്പനി അല്ലാത്ത എല്ലാ പേഴ്സൺസിനും അടക്കാൻ പറ്റുന്ന വേറൊരു പ്രൊവിഷനാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയും. ഓക്കെ, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിൽ അയാൾ അടക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് കണ്ടെത്തിയിട്ട് അതിന് എന്ത് ചെയ്യുക, അതിൻ്റെ 18.5% ടാക്സ് കൊടുക്കേണ്ടത്. എത്രയാണോ അയാളുടെ ടോട്ടൽ ഇൻകം, ആ ടോട്ടൽ ഇൻകത്തിൻ്റെ 18.5% ടാക്സ് കൊടുത്താൽ മതി. അതാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയും. പക്ഷേ അവിടെ പ്രശ്നമുണ്ട്. അയാൾ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിലൂടെ ടാക്സ് അടക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ഡിഡക്ഷൻസ് ഒന്നും അയാൾക്ക് എടുക്കാൻ പറ്റില്ല. പല ഡിഡക്ഷൻസും കാര്യങ്ങളൊന്നും അയാൾക്ക് കുറക്കാൻ പറ്റില്ല. ഓക്കെ, അത്തരം ഒരു പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം അവിടെ സംഭവം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25. ഇവിടെ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, then income from HB house property 2 lakh rupees, income from business 35 lakh. അതുപോലെ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 IB ആണ് 6 lakh rupees. 80 IB പ്രകാരം അയാൾക്ക് ഒരു 66 lakh rupees അയാൾക്ക് ഡിഡക്ഷന് അയാൾ എലിജിബിൾ ആണ്. അതുപോലെ ഡൊണേഷൻ ടു PMNRF ആണ്, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലോട്ട് അയാൾ ചെയ്തിട്ടുണ്ട്, ഡൊണേഷൻ ചെയ്തിട്ടുണ്ട് ഒരു 1 lakh rupees. അതുപോലെ ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി 20,000. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളൂ. ചെറിയ പ്രോബ്ലം ആണ്,
പക്ഷേ ഇതിൽ പ്രൊവിഷൻസ് ഉണ്ട് കേട്ടോ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇൻകം ഫ്രം ACP 2 lakh rupees, അതുപോലെ ഇൻകം ഫ്രം ബിസിനസ് 35 lakh, ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് 20,000. ഇത് മൂന്നും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 37,20,000 എന്ന് പറയുന്ന എമൗണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 80IB പ്രകാരം, അണ്ടർ സെക്ഷൻ 80IB പ്രകാരം അയാൾക്ക് 6 lakh rupees എന്ത് ചെയ്യാം, അയാൾക്ക് കുറക്കാൻ പറ്റും. അതുപോലെ PMNRF-ലോട്ട് ഡൊണേഷൻ ചെയ്ത 80G പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻസ് എലിജിബിൾ ആണ്. ഓക്കെ, ഈ രണ്ട് ഡിഡക്ഷൻസ് അയാൾക്ക് എടുക്കാം. 80IB പ്രകാരം 6 lakhും 80G പ്രകാരം അയാൾക്ക് 1 lakh rupees അയാൾക്ക് കുറക്കാൻ പറ്റും ഡിഡക്ഷനായിട്ട്. അത് കുറച്ചതാണ് 7 lakh. അപ്പോൾ 37,20,000 ഈ ഡിഡക്ഷന് ആയിട്ടുള്ള 7 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലിംഗ് ആയിട്ട് അയാൾക്ക് കിട്ടുക 30,20,000 രൂപയാണ്. അപ്പോൾ ടോട്ടലിംഗ് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ ഇനി നമുക്ക് ടാക്സ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ആണ്. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം 30,20,000. ദാറ്റ് മീൻസ് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണാം. ഓക്കെ, ഇവിടെ എന്തില്ല, സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് കാണാനുള്ള, സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് കൊടുക്കാനുള്ള ഐറ്റംസ് ഇല്ല. ദാറ്റ് മീൻസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, ലോട്ടറി അതുപോലെ ഗ്യാംബ്ലിംഗ് പോലുള്ള ഐറ്റംസ് ഇല്ല. സോ അതുകൊണ്ട് എല്ലാ ഇൻകത്തിനും ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണാം. എത്ര വരിക അത് കൂട്ടി ചെയ്ത് നോക്ക്. എത്ര പേരുണ്ട് ഇവിടെ? ആകെ ഒരാളഞ്ഞുള്ളൂ. ഓക്കെ, ചെയ്ത് നോക്കണോ കൃഷ്ണി? ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്ക്. ആദ്യം 12,500 പിന്നെ 1,00,000. ആദ്യം 12,500 പിന്നെ 1,00,000. പിന്നെ എത്രയാ? പിന്നെ 20,20,000 ഉണ്ടാവും അല്ലേ? ടോട്ടല് 10 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ അവിടെ 30,20,000 എത്ര ഉണ്ടാവുക? 20,20,000 ഉണ്ടാവും. 20,000. 20,20,000 എത്ര പെർസെൻറ്റേജാ? 30. 30%. അത് കണ്ടെത്തി എത്രയാണ്? 30/100 ഇൻറ്റു 30/100 6,06,000. 6,06,000. ഓക്കെ, അപ്പോൾ 7,06,000 പ്ലസ് 12,500 ആഡ് ചെയ്ത് എത്ര വരുന്നത്? 18,500. 7,18,500 അല്ലേ? ഈ കിട്ടിയ എമൗണ്ട് ആണ് 7,18,500 എന്ന് പറയുന്ന എമൗണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ 4% ആഡ് ചെയ്യാം. 7,18,500 ഇൻറ്റു 4/100 28,740 അതിക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടലിംഗ് ആയിട്ട് 7,47,240. ഇതാണ് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം. അയാളുടെ ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് നമ്മൾ കണ്ടെത്തി വെച്ചു. 7,47,240 എന്ന് പറഞ്ഞ എമൗണ്ട് കിട്ടി. ഇനി നെക്സ്റ്റ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാണണം നമ്മൾ. ഓക്കെ, അഡ്ജസ്റ്റഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പ്രകാരം നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് ടാക്സ് കാണുക. നോട്ട് ചെയ്തോ? അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് ടാക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പ്രകാരം അയാൾക്ക് ഒരു ടോട്ടൽ, ഇപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ 2,50,000 നില്ല് കൊടുത്തു, പിന്നത്തെ 2,50,000 5% കണ്ടു, പിന്നത്തെ 5 lakhന് 20% കണ്ടു, പിന്നത്തെ എബോവ് വരുന്നതിന് കംപ്ലീറ്റ്ലി നമ്മൾ എത്ര കൊടുത്ത് 30% അല്ലേ? ഭയങ്കര സ്ലാബ് റേറ്റിൽ നമ്മൾ ടാക്സ് കണ്ടു. ഓക്കെ, പകരം ഇയാളുടെ ടോട്ടൽ ഇൻകത്തിന്, അതായത് മീൻസ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ 18% ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായോ? അങ്ങനെ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണണ്ട, പകരം ഒരു എമൗണ്ട് 8% 18.5%. അതാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. പക്ഷേ അവിടെ അയാൾക്ക് നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ടോട്ടൽ ഇൻകം കണ്ടപ്പോൾ 2 ഡിഡക്ഷൻസ് എടുത്തിരുന്നു. ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം, ദാറ്റ് മീൻസ് നമ്മൾ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പ്രകാരം ടാക്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 80IB പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതിനെ തിരിച്ചെന്ത് ചെയ്യണം? അതിലോട്ട് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തി വെച്ച എമൗണ്ട് ഉണ്ട് 30,20,000. ഇത് ടോട്ടൽ ഇൻകം ആണ്. അതിനോട്ട് കൂടി എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ
ആ ഒരു ഡിഡക്ഷൻ തിരിച്ചതിലോട്ട് തന്നെ ആഡ് ചെയ്യുക. മനസ്സിലായോ? ടോട്ടൽ ഇൻകം 30,20,20,000 ആണ്. അതിനോടുകൂടി നമ്മൾ കുറച്ച IB പ്രകാരം കുറച്ച 6 ലാഖിനെ അതിലോട്ട് തന്നെ തിരിച്ച് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഇൻകം ആണ് ടോട്ടൽ ഇൻകം ആണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. മനസ്സിലായോ? ആ ടോട്ടൽ അപ്പൊ മറ്റേത് കൂട്ടണ്ട, ഡൊണേഷൻ കൊടുത്തത് ഡൊണേഷൻ ഇല്ല. അതിൽ ഞാൻ അതിൻ്റെ ഒരു സ്ലൈഡ് കൂടി ഞാൻ ഇടും. ഞാൻ ആ ഒരു ഏരിയ പറയാൻ വിട്ടുപോയതാണ്. ഏതൊക്കെയാണ് എടുക്കേണ്ടത്, ഏതൊക്കെയാണ് ആ ഒരു ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഏതൊക്കെയാണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തിരിച്ചതിലോട്ട് തന്നെ ആഡ് ചെയ്യേണ്ടതും ഏതൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നമുക്ക് പറയുന്നുണ്ട്. ATG അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൽ ഇറ്റ് മീൻസ് ടോട്ടൽ ഇൻകം ഓഫ് പേഴ്സൺ പ്ലസ് ഡിഡക്ഷൻസ് ക്ലെയിം അണ്ടർ സെക്ഷൻ. ഈ പറഞ്ഞ ATIAB കുറക്കാം, ATIA കുറക്കാം, അതുപോലെ ATAC കുറക്കാം, ATIB കുറക്കാം, ATBA കുറക്കാം, അതുപോലെ തന്നെ ATIB കുറക്കാൻ പറ്റില്ല കേട്ടോ, QQB കുറക്കാം. ഇതൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, ചില എക്സ്പെൻഡിച്ചറുകളാണ് നമുക്ക് കുറക്കാൻ പറ്റും. ഇത് കുറക്കാൻ പറ്റില്ലാത്ത എമൗണ്ടുകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. ATIA കുറക്കാൻ പറ്റില്ല, അപ്പോൾ തിരിച്ചതിൽ ആഡ് ചെയ്യണം. ഈ പറഞ്ഞ ഐറ്റംസ് കുറച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചതിലോട്ട് ആഡ് ചെയ്യാം. ഒന്ന് പറയാം, ATIA, ATIAB, ATAC, ATIB, ATIBA, then ATICLA, QQB, RRB, AA. ഈ പറഞ്ഞ ഏതെങ്കിലും, അതുപോലെ 35AD, ഇത്ര ഡിഡക്ഷൻസ് കുറച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ പറഞ്ഞതൊക്കെ തിരിച്ചതിലോട്ട് ആഡ് ചെയ്യണം. അതിൽ G പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് G എന്ത് ചെയ്യേണ്ട, തിരിച്ചതിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ G എടുക്കാത്തത് കേട്ടോ. ഞാൻ ആ ഒരു പ്രൊവിഷൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, വിട്ടുപോയതാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് ഈ പറയുന്ന IB കുറച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചതിലോട്ട് ആഡ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്ന ഇൻകമാണ് ടോട്ടൽ ഇൻകമാണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 36,20,000. ഇനി അതിൻ്റെ ഫ്ലാറ്റ് റേറ്റിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന 18.5% ടാക്സ് വേണം. അതൊന്ന് കണ്ടെത്തി നോക്ക്. 36,20,000 18%, 18.5%. 36,20,000 ഇൻറ്റു 18.5 ഡിവൈഡ് ബൈ 100. 6,69,700. 6,69,700 കിട്ടും. ഇനി അതിനോട് കൂടി നമ്മൾ സ്ലാബ് റേറ്റ്, നമ്മുടെ സെസ് 4% വേണം. അതാണ് 26,788 കിട്ടുമല്ലോ. അതിൻ്റെ നോക്ക്, അതന്നെയാണ്. അപ്പൊ നമ്മൾ വെറുതെ അല്ലേ മറ്റേത് കണ്ട്, സ്ലാബ് റേറ്റ് കണ്ട് വെറുതെ അല്ലേ അത് കാണണ്ടല്ലോ. സ്ലാബ് റേറ്റ് കാണുന്നത് വെറുതെ, അവിടെ സംഭവം ഉണ്ട്, പറഞ്ഞുതരാം. ഇനി ഇതിൽ ഏതാണോ കുറച്ച് ടാക്സ് ഉള്ളത് അതെടുത്താൽ മതി, അതടച്ചാൽ മതി ആള്. അങ്ങനെ. ഇച്ചോറിസ് ഹയർ ആണല്ലേ? അപ്പോൾ 7,47,20 നമ്മൾ ആദ്യം കണ്ടെത്തിയ കേസ് ഏതാണോ അത് ആണ് അയാൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരിക. ഓക്കെ, ടാക്സ് ലയബിലിറ്റി, ടാക്സ് ആൻഡ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ഇൻകം ടാക്സ് വിച്ച് ഈസ് ഹയർ ആണ് അവിടെ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാണ്